ഇപ്പോൾ നമ്മളോടൊപ്പം പൊതുപ്രവർത്തകനും മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനുമായ ശ്രീ എബി ജെ ജോസ് ചേരുന്നുണ്ട്. ശ്രീ എബി ജെ ജോസ്, മീനച്ചിലാറിൻ്റെ കരയിലാണ്. വെള്ളം പൊങ്ങാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ അതിനും അപ്പുറത്ത് ഇന്നലെ മിനിയാന്നൊരൊറ്റ രാത്രി നിന്നു പെയ്ത മഴയിൽ പാലാ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി പോകുന്ന, സാരമായി ബാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അത് ഇപ്പോൾ വലിയ വിവാദങ്ങൾ മനുഷ്യനിർമ്മിതമാണോ അല്ലെങ്കിൽ മുൻകൂട്ടി കരുതലുകൾ എടുക്കാത്തതാണോ എന്നൊക്കെയുണ്ട്. പക്ഷേ പാലായെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇതിൽ വലിയ രീതിയിൽ അസ്വാഭാവികമായ എന്തെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമ്മൾ രാഷ്ട്രീയമായിട്ട് വാഗ്വാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഇവിടെ പാലായെ സംബന്ധിച്ച് ഈ മീനച്ചിലാറ്റില് അതിന് ആഴം കുറഞ്ഞിരിക്കുകയാണ്. ആഴം കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മണൽ വാരൽ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. ഇത് ആഴമില്ല, വെള്ളത്തിന് എങ്ങനെയും ഒഴുകിപ്പോയേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആഴമില്ലാതെ വരുമ്പോൾ ഈ വെള്ളം പരന്നൊഴുകും. അങ്ങനെയാണ്, പെട്ടെന്നാണ്. ഇപ്പൊ ഇതൊരു 3-4 മണിക്കൂർ നേരത്തെ മഴയും പിന്നെ ഉരുൾപൊട്ടലും ഉണ്ടായി. ആ സമയം കൊണ്ട് പാലാ ടൗണും സമീപ പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. ഇപ്പം മണലിനൊപ്പം നമ്മുടെ ഡാമുകളിലും മണൽ വ്യാപകമായിട്ട് കിടക്കുകയാണ് വരാതെ. അതോടൊപ്പം തന്നെ ഇതിലെ തിട്ടകള്, ചെടികള്, ചെളിയ് എല്ലാം, ആറും തോടും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് മാറ്റി ക്ലിയർ ആക്കാനും ആറിന്റെയും തോടിന്റെയും പുഴകളുടെയും എല്ലാം സ്വാഭാവികമായ ആഴവും വീതി കുറയാൻ കാരണം അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അപ്പം ആറിന് വീതിയും ആഴവും കുറയുമ്പോൾ വെള്ളം കടന്നു പോകാൻ ഇടയില്ലാതെ വരുമ്പം അത് പരന്നൊഴുകും. ഇത് കുറെ നാൾ മുമ്പ് ശ്രീ മാണി സി കാപ്പൻ MLA അദ്ദേഹം കൊല്ലപ്പള്ളി ടൗണില് ഇതേ രീതിയിൽ തോടിന് ആഴം കൂട്ടുകയും ചെയ്തപ്പോൾ ആ തവണ കൊല്ലപ്പള്ളി ടൗണിൽ വെള്ളം കയറാതിരുന്നു. അപ്പം നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികള്. അപ്പോൾ ഈ നടപടി ചെയ്താൽ മണൽ വാരി എന്ന് കണ്ട് എന്താണ് കുഴപ്പം? സർക്കാർ നിയന്ത്രണത്തിൽ മണൽ വാരൽ നടത്തുകയും ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ അനിവാര്യമായ ഘടകം. അങ്ങനെ ചെയ്താൽ ഈ വെള്ളം പൊക്കം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലേലും അധികാരികൾ അത് ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി.